മഅദല്ലാഹ് എന്താണ് മഅദല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അഭയം, അള്ളാഹുവിൽ അഭയം തേടുന്ന ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മഅദല്ലാഹ് എന്നുള്ളത്. ഇസ്ലാമിൽ ചില വാക്കുകളുടെ ആത്മീയമായ ശക്തി എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ മഅദല്ലാഹ് എന്നുള്ളത് വെറും ഒരു വാക്കല്ല, അത് ഈമാനിക നിലപാട് പറയണ, അത് പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ശരിക്കും ഈ മഅദല്ലാഹ് എന്നുള്ള വാക്ക്. അള്ളാഹുവിൽ അഭയം തേടുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അഭയം തേടുന്നു. അതുപോലെ ഒറ്റക്കുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, പാപത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും, എന്നിട്ടും അവിടെ മഅദല്ലാഹ് അള്ളാഹുവിന്റെ ഓർമ്മയാണ് ശരിക്കും, തഖ്വയുടെ വിജയമാണ് ശരിക്കും. അതുകൊണ്ടാണ് മഅദല്ലാഹ് എന്ന് പറയാൻ കാരണം. തഖ്വ, അതുപോലെ തന്നെ ഈമാന്, ആത്മനിയന്ത്രണം, ആഖിറത്തിനെ കുറിച്ചുള്ള, പരലോകത്തെ കുറിച്ചുള്ള ബോധം, ഇതൊക്കെയാണ് ശരിക്കും അത് പറയാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ഉണ്ടായത്. മഅദല്ലാഹ് 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ നിഴലിട്ട് കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് ഹറാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്നി അഖാഫുല്ലാഹ്, മഅദല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയുന്ന ഒരു പ്രായോഗിക രൂപം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചത്. മഅദല്ലാഹ് ഹറാമിലേക്ക് ഉള്ള ക്ഷണങ്ങള് ഇന്ന് ഒരുപാടുണ്ട്, പല രീതിയിലുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളാണ് മനുഷ്യന്മാർക്ക് വരുന്നത്. കളവ്, വഞ്ചന, അശ്ലീലം, അതുപോലെ തന്നെ അധികാരം, പണം, വളരെ വികലമായ ബന്ധങ്ങള്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പറയേണ്ടത് മഅദല്ലാഹ്. സോഷ്യൽ മീഡിയയിൽ കൂടി ഒരുപാട് പരീക്ഷണങ്ങൾ വരും, അപ്പോഴൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ മഅദല്ലാഹ്. പാപങ്ങളോട് നോ പറയുന്ന വാക്കായിരിക്കണം ഈ മഅദല്ലാഹ്. പാപങ്ങൾ ചെയ്യാൻ വേണ്ടി മുട്ടുമ്പോൾ തോന്നുമ്പോൾ മഅദല്ലാഹ് എന്ന് പറയാം. ശൈത്താന്റെ ആക്രമണത്തിനെതിരായ ഒരു പരിചയമാണ്, ഒരു പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ മഅദല്ലാഹ് എന്നുള്ളത്. പാപം വരുമ്പോൾ അള്ളാഹിനെ ഓർക്കുക, അള്ളാഹുവിലാണ് യഥാർത്ഥത്തിൽ ശക്തി നിലകൊള്ളുന്നത്. ഒറ്റക്കായാലും നമ്മള് അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ നിലനിർത്തണം. അപ്പോൾ യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പാപം ഒഴിവാക്കലിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ പാപം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അത് ഒഴിവാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒന്നുകൂടി തഖ്വയുള്ളവനാണെന്ന് പറയാം. പാപം ചെയ്യാനുള്ള കഴിവുണ്ട്, താല്പര്യമുണ്ട്, ആ സമയത്ത് എല്ലാ അവസരങ്ങളും ഒത്തുവന്നു, അപ്പോഴും അവൻ പറയുന്നു മഅദല്ലാഹ്. ഒരു വാക്കല്ല യഥാർത്ഥത്തിൽ, ഇത് ഒരു തീരുമാനമാണ്, ഇതൊരു തീരുമാനമാണ്. മഅദല്ലാഹ് ഒരു ഉറച്ച പ്രഖ്യാപനം, ഒരു ജീവിത ശൈലി ആയിരിക്കണം യഥാർത്ഥത്തിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനവും അതുപോലെ തന്നെ ഒരു ജീവിത ശൈലിയുമായിരിക്കണം ഈ മഅദല്ലാഹ് എന്ന് പറയുന്നത്. പാപങ്ങള് വാതിലിൽ വന്ന് മുട്ടിങ്ങനെ നിൽക്കും, ആ സമയത്ത് അള്ളാഹുവിന്റെ ഈ വാക്ക്, യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ ഈ വാക്ക് നമുക്ക് ഓർമ്മ വേണം, മഅദല്ലാഹ്. അള്ളാഹുവിലേക്ക് അപ്പൊ അഭയം പ്രാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിജയിയാകുക. അപ്പൊ മഅദല്ലാഹ് ഈ വാക്ക് വിശ്വാസിയുടെ, ഈമാനുള്ളവന്റെ, യഥാർത്ഥ മുസ്ലിമിന്റെ പ്രഖ്യാപനമാണ്. തെറ്റിൽ നിന്ന് മുക്തമായ പ്രഖ്യാപനമാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളിൽ നിന്ന്, അവരുടെ മനസ്സുകളിൽ നിന്ന് വരേണ്ട പ്രഖ്യാപനമാണ് മഅദല്ലാഹ് എന്നുള്ളത്.